ദൈവിക ഇടപെടലിന് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവിധ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ, പ്രതിസന്ധിയുടെ പിറകിൽ തിന്മയാണെങ്കിൽ അത് മാറിപ്പോയിരിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ പിറകിൽ, നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പിറകിൽ പിശാചാണെങ്കിൽ അത് 100% മാറിയിരിക്കും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്നായിരിക്കാം, വീട്ടിലിരുന്നായിരിക്കാം, വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടായിരിക്കാം, വീടിനകത്തെ പ്രാർത്ഥനാമുറിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കാം, കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കാം, നിങ്ങൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ചായിരിക്കാം ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നൊവേന ചൊല്ലുന്നത്. ആ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ചുമ്മാതെ ഒരു